ലെബനോൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വീണ്ടും ബോംബിംഗ് ഇസ്രായേൽ നടത്തിയെന്ന വാർത്ത, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ തൊമ്മനയുമ്പോൾ ചാണ്ടി മുറുകുന്നുവെന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രയോഗമുണ്ട്. ഒരു ഭാഗത്ത് അമേരിക്ക ഒന്ന് അയഞ്ഞു വരുമ്പോൾ ഇസ്രായേല് മുറുക്കിക്കൊണ്ടിരിക്കുക. ഇസ്രായേലിന് യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമില്ല. ഈ കിട്ടിയ ചാൻസ് വെച്ച് അമേരിക്കയെ ഉപയോഗിച്ച് ഇറാനെ തകർത്ത് തരിപ്പണാക്കുക, ലെബനോനെ തകർക്കുക, അടുത്തുള്ള തങ്ങളുടെ ശത്രുക്കളെ മുഴുവൻ തകർക്കാനുള്ളൊരു വേദിയായിട്ടത് മാറ്റിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പിന്നെ അറിയാം, യുദ്ധം എപ്പോൾ നിൽക്കുന്നു അന്ന് സുപ്രീം കോടതിയുടെ ഈ വടി വരും ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ. അതുകൊണ്ട് ഇസ്രായേൽ ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ലെബനോനിലെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ കയറി ആക്രമിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 13 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോഴും നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. നാശം സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നതേ ഉള്ളൂ. എന്തായാലും ഹെസ്ബുള്ള ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സംഘർഷം ഇപ്പോഴും നിൽക്കുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഏപ്രിൽ 17-ാം തീയതിയാണ്. അതിനുശേഷം പലതവണ ഇസ്രായേൽ കയറി ലെബനോനിൽ ആക്രമണം നടത്തി. ട്രംപ് തന്നെ ഇടപെട്ടാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. പക്ഷേ ഇസ്രായേൽ അത് വലിയ രീതിയിൽ ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ വലിയ തരത്തിൽ ഈ പ്രശ്നങ്ങൾ തീർക്കാൻ ഇസ്രായേൽ ഒരു വില്ലനായി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഹമാസ് രംഗത്ത് വന്നിരിക്കുന്നു. 2 വർഷം യുദ്ധം നടത്തിയതിൻ്റെ ചിത്രങ്ങൾ നമുക്കറിയാം. ഗസയിൽ വീണ്ടും കയറി ഇസ്രായേൽ ആക്രമിക്കുന്നതിനെതിരെയാണ് ഹമാസ് രംഗത്ത് വന്നിരിക്കുന്നത്. അതിനിടയിൽ SKN യുദ്ധത്തിനെതിരെ ഏറ്റവും വലിയ നിലപാട് സ്വീകരിച്ച ലയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം കഴിഞ്ഞിട്ട് 1 വർഷം തികയാണ് നാളെ. അപ്പോൾ അത് സംബന്ധിച്ച് വലിയ വാർത്തകൾ ഇന്റർനാഷണൽ മീഡിയയിൽ വരുന്നുണ്ട്. കാരണം ട്രംപിനെ ചോദ്യം ചെയ്യാൻ അമേരിക്കയിൽ നിന്ന് വന്നൊരു മാർപ്പാപ്പ തയ്യാറായി എന്നുള്ളത് ട്രംപ് ഭരണകൂടത്തെ വല്ലാതെ ഉലച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ അമേരിക്കയിലെ ഏറ്റവും പോപ്പുലർ വ്യക്തി മാർപ്പാപ്പയും ഏറ്റവും സ്വാധീനം കുറഞ്ഞ വ്യക്തി ട്രംപുമാണ്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ SKN ട്രംപ് മത്സരിച്ചപ്പോൾ ട്രംപിനാണ് ഈ കത്തോലിക്ക ന്യൂനപക്ഷമായിട്ടുള്ള റോമൻ കത്തോലിക്കരുടെ വോട്ട് കിട്ടിയത്. അതൊരു നിർണായക ശക്തിയാണ്. ഒരുപക്ഷെ ട്രംപിൻ്റെ വിജയത്തിൻ്റെ 2 തവണയും ഈ കത്തോലിക്ക വോട്ടുകൾ, കൺസർവേറ്റീവ് ആയിട്ടുള്ള കത്തോലിക്ക വോട്ടുകൾ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. പക്ഷേ മാർപ്പാപ്പയുമായി ഏറ്റുമുട്ടിയതോടെ അവരൊക്കെ ട്രംപിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നാണ് അവർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്നെ റോമിൽ വത്തിക്കാനിലെത്തി മാർപ്പാപ്പയെ കാണുന്നു. ഇത് പാച്ചപ്പ് ചെയ്യാനാണ് ശ്രമം. അപ്പോൾ യുദ്ധത്തിൻ്റെ പേരിൽ അമേരിക്കയിലെ മാർപ്പാപ്പയും അമേരിക്കൻ പ്രസിഡന്റും തമ്മിലുള്ള ഒരു ശക്തമായിട്ടുള്ള വാക്പോരും അഭിപ്രായ ഭിന്നതയും നവംബറിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുമെന്നുള്ള തരത്തിലാണ്. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അമേരിക്കയിൽ നിന്നൊരാൾ മാർപ്പാപ്പയായിട്ട് വരുന്നത്. അതാണെങ്കിൽ ട്രംപിന് അതിശക്തമായ വിമർശനം. ഈ യുദ്ധം നടത്തിയത് മനുഷ്യ രാശിക്കെതിരാണ്, പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നൊടുക്കുന്നു, ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല, സമാധാനമാണ് വേണ്ടതെന്നുള്ള തരത്തിലാണ്. ഒരുപക്ഷെ നാളെ 1 വർഷം തികയുമ്പോൾ മാർപ്പാപ്പ ഇത് വീണ്ടും എടുത്ത് പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ യുദ്ധത്തിന് പരിഹാരം കാണാനൊരു അവസരം തെളിഞ്ഞിരിക്കുക മാർപ്പാപ്പയുടെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. താങ്ക് യു ബേബി ജെയിംസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.